യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ന്യൂസിലൻഡിന്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടണിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളാകുന്ന നമുക്ക് വലിയവനായ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം അവനൊരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയം നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സന്തോഷം എന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും തക്കവണ്ണം ഞാനത് നൽകി തരും. നമ്മുടെ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണമായ സന്തോഷമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാം വിശ്വാസത്താലാണ്. നമ്മുടെ രക്ഷ ഒരു ദാനമാണ്. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ഒരു ദാനമാണ്. ഇതൊക്കെ നമ്മൾ വിശ്വാസത്താൽ സ്വീകരിച്ച് ആത്മീകമായിട്ട് നമ്മൾ പുഷ്ടിപ്പെട്ട് മുന്നോട്ട് ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമാണ്. സന്തോഷം ഇന്ന് ലോകത്തിൽ വളരെ കുറവാണ്. ധാരാളം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ് ഓരോ ദിവസവും ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ സന്തോഷമാണ്. പൂർണ്ണമായ സന്തോഷം. അതിലല്പം പോലും ദുഃഖമില്ല, അതിലല്പം പോലും കണ്ണുനീരില്ല, ക്ലേശമില്ല. അപ്രകാരമുള്ള സന്തോഷം പ്രാപിച്ച് നമ്മുടെ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ബലം പകർന്നു തരും. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ബലം നമുക്ക് പകർന്നു തരുന്നത് ഈ കർത്താവിലുള്ള സന്തോഷമാണ്. നമ്മുടെ ഹൃദയം സന്തോഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രയാസങ്ങളില്ല എന്നുള്ളതല്ല, ദുഃഖങ്ങളില്ല എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായി ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ആ പരിശുദ്ധാത്മാവിലെ സന്തോഷം, ആത്മാവിലെ സന്തോഷം, ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള ആ നിറഞ്ഞ് കവിയുന്ന സന്തോഷത്താൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കണമെന്ന് നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും അവന്റെ സാഹചര്യങ്ങളല്ല അവന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷിക്കാം. പ്രതികൂലങ്ങൾ കാണും, സാമ്പത്തിക ഞെരുക്കങ്ങൾ കാണും, രോഗങ്ങൾ കാണും, നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിന്റെ എല്ലാ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൽ വസിക്കുന്ന ഒരുവനെ സന്തോഷിക്കുവാൻ കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം അടിസ്ഥാനപ്പെടുത്താതെ നമ്മെ സഹായിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, എപ്പോഴും നമ്മെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷിക്കണമോ വേണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. That's our choice. We can be unhappy, we can be sad. At the same time, we can be joyful and happy. നമുക്ക് ഓരോ ദിവസവും തിരഞ്ഞെടുക്കാം. ജോലിക്ക് പോകുമ്പോൾ സന്തോഷിക്കണമോ ദുഃഖിക്കണമോ നമുക്ക് തിരഞ്ഞെടുക്കാം. കുടുംബത്തിൽ സന്തോഷിക്കണമോ ദുഃഖിക്കണമോ നമുക്ക് തിരഞ്ഞെടുക്കാം. സഭാ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന വിഷയങ്ങളാണ്. ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം പൂർണ്ണമായ സന്തോഷവും സമാധാനവും തരുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെപ്പോഴും കർത്താവിലെ സന്തോഷം തന്നെ ഏറ്റെടുത്ത് ലോക സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഓരോ ദിവസവും ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദൈവസന്നിധി തരുന്നതോട് പ്രാപിച്ചെടുക്കണം. ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന വലിയ ഗിഫ്റ്റ്, ആ വലിയ ദാനത്തെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കാൻ തക്കവണ്ണം എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യം എന്താണ്? നിങ്ങളെ അലട്ടുന്ന ക്ലേശങ്ങളോ രോഗങ്ങളോ മറ്റെന്തെങ്കിലുമോ? അതോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലങ്ങളാണോ? എന്നാൽ അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവം തന്നെ ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുമെന്ന് വിശ്വസിക്കൂ. നമ്മുടെ പൂർണ്ണമായ ആശ്രയം നമ്മൾ ദൈവത്തിങ്കൽ വെക്കുമെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മെ സ്വന്തമായി ഉചിതമായി നടത്തുവാൻ പ്രാപ്തനാണ്. എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൂടാ? കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയവനായ ദൈവം ഇന്നും നമ്മെ വഴി നടത്തുവാൻ ശക്തനല്ലേ? അവനോട് ചോദിക്കൂ, അവനത് വാങ്ങിക്കൂ. അത് നമ്മുടെ തീരുമാനമായിരിക്കട്ടെ. ഞാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഈ സന്തോഷം ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് നിത്യമായ സന്തോഷം, നിത്യാനന്ദം എന്നാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ സന്തോഷത്തെ പറ്റി ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം. സന്തോഷം എപ്പോഴും മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയുന്നതാണ്. നമ്മുടെ അവസ്ഥകൾ എന്തായിരുന്നാലും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള ശക്തി കൂടെ നമുക്കുണ്ട്. നമുക്ക് ദുഃഖമാണെങ്കിൽ നമ്മുടെ ദുഃഖം നമുക്ക് പറഞ്ഞു പരത്താം.
നിരാശയിൽ നമ്മൾ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ നിരാശയെപ്പറ്റി മറ്റുള്ളവരോട് എപ്പോഴും നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടെ നിരാശയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കാം. എന്നാൽ അതേസമയം തന്നെ ആ സന്തോഷം, നമ്മൾ നിറഞ്ഞു കവിയുന്ന സമാധാനം, അത് നമുക്ക് പ്രാപിച്ച് മറ്റുള്ളവരിലേക്ക് ആ സമാധാനത്തെ പകർന്നു കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്ക് കഴിയും. ഒന്ന് ഓർത്ത് നോക്കുക, ആ ജയിലിലായിരിക്കുന്ന ആ അപ്പോസ്തലന്മാർ, അവരെ തടവിൽ കിടക്കുകയാണ്. അവരുടെ കാലുകൾ ആമത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പുറമാകമാനം അടിയേറ്റ് അവർ വേദനയിലാണ്. അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റ് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അവർ സന്തോഷിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം അവിടെ സംഭവിച്ചത്. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. അവിടെ വലിയ അത്ഭുതമുണ്ടായി. അവിടെ ഭൂകമ്പമുണ്ടായി നമ്മൾ വായിക്കുന്നത്. അനേകരുടെ രക്ഷയ്ക്ക്, പ്രത്യേകാൽ ആ ജയിൽ ഉടമയുടെ, ആ ജയിലറുടെ രക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, എത്രയോ നല്ലതാണ് നമ്മുടെ കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന സന്തോഷം. എത്രയോ വിലയുള്ളതാണ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആത്മീക സന്തോഷങ്ങൾ. അത് നമ്മൾ കൈവിട്ട് കളയുവാനിടയാകാതെ നമ്മുടെ എല്ലാ പരിഭ്രമങ്ങളും മാറ്റിവെക്കും, നമ്മുടെ എല്ലാ നിരാശകളും മാറ്റിവെക്കും. എന്ത് സാഹചര്യവുമാകട്ടെ, ഇതിൻ്റെ മധ്യത്തിൽ ദൈവമേ ആ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ. ആ സന്തോഷം ദാനമായി നീ എനിക്ക് നൽകിയിരിക്കുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ ആ സന്തോഷത്തിൽ ജീവിക്കുവാൻ, ആനന്ദത്തോടെ ജീവിക്കുവാൻ, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ, ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ ജീവിപ്പാൻ നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കർത്താവ് പകർന്നിരിക്കുന്ന ആ സന്തോഷത്തിനായി സ്തോത്രം. അത് നിലനിൽക്കുവാൻ, അതിൽ വളരുവാൻ, അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം അവിടെ നിങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സന്തോഷമായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും.